പാസ്പോർട്ട് ഇൻഡെക്സിൻ്റെ കാര്യത്തിൽ ഭാരതം ഇപ്പോൾ വളരെ താഴെയാണ്. ഭാരതം 85ാം സ്ഥാനത്താണ്. ഇതാണ് ഇപ്പോൾ നമ്മുടെ കമ്മ്യൂണിസ്റ്റുകാരും ജിഹാദികളും ഏറ്റവും അധികം ആഘോഷിച്ച് നടക്കുന്ന ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ. ഇനി ഇത് ഈ ഇൻഡെക്സ് ആരാണ് ഇറക്കിയെന്ന് നോക്കാം. ഇത് ഹെൻലി ആൻഡ് പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് ഈ ഇൻഡെക്സ് ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ ആദ്യം നോക്കേണ്ടത് ഇവരുടെ ക്രൈറ്റീരിയ എന്താണ്. ഇവർ ഈ റാങ്കിങ് ഭാരതത്തിന് 85ാം സ്ഥാനം കൊടുത്തതിൻ്റെ ക്രൈറ്റീരിയ എന്താണ്. അപ്പോൾ ഇവരുടെ ലിസ്റ്റിനകത്ത് ഏകദേശം ഒരു 225 രാജ്യങ്ങളുണ്ട്. ഈ 225 രാജ്യങ്ങളിൽ ഓരോ പാസ്പോർട്ടിനും ഏതൊക്കെ രാജ്യങ്ങളിൽ ഫ്രീ ആയിട്ട് ആക്സസ് ഉണ്ട്. ഇതാണ് ഞാൻ അവരുടെ സൈറ്റിൽ നോക്കിയപ്പോഴത്തേക്കും ഇതാണ് അവരുടെ ക്രൈറ്റീരിയ. അത് വെച്ചിട്ടാണ് അവർ ഈ റാങ്കിങ് നിശ്ചയിക്കുന്നത്. അപ്പോൾ ഒരു രാജ്യത്തിന് അവരുടെ പാസ്പോർട്ട് ഉപയോഗിച്ചിട്ട് എത്ര രാജ്യങ്ങളിൽ ഫ്രീ ആയിട്ട് പോവാം എന്ന് നോക്കിയിട്ടാണ് ഇവർ ഈ റാങ്കിങ് നിശ്ചയിക്കുന്നത്. അപ്പോൾ അത് പ്രകാരമാണ് ഇവരുടെ റാങ്കിങ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ റാങ്കിലുള്ള ആദ്യത്തെ ഒരു 12 രാജ്യം എടുത്ത് നോക്കി. ആ 12 രാജ്യങ്ങൾ പ്രധാനമായിട്ട് വരുന്ന രാജ്യങ്ങൾ ഇതൊക്കെയാണ്. ഈ രാജ്യങ്ങളിൽ നമ്മൾ ആദ്യത്തെ 12 രാജ്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഫ്രാൻസിൻ്റെ ജർമ്മനി, ഇറ്റലി, ഈ ഓരോ രാജ്യങ്ങളുടെയും GDP നോക്കുക. ഇപ്പോൾ എന്ത് കണക്കിലാണ് ഇവർ ഈ എല്ലാ രാജ്യങ്ങളിലോട്ടും ഫ്രീ ആയിട്ട് ആക്സസ് കൊടുക്കുന്നത്. അതായത് ആ രാജ്യത്തു നിന്ന് ഒരാൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഇവരുടെ രാജ്യത്ത്, നമ്മൾ ഏത് രാജ്യത്തിലാണോ നമ്മൾ വിസ അപ്ലൈ ചെയ്യുന്നത് അവിടെ അവർ വന്ന് മര്യാദയ്ക്ക് വന്നിട്ട് പോകുമോ, വന്നിട്ട് അവിടെ തന്നെ താമസിക്കുമോ അതോ തിരിച്ചു പോകുമോ, ഇതൊക്കെയാണ് അവർ ആ പ്രോബബിലിറ്റി നോക്കുക എന്ന് പറയുന്നത്. അപ്പം നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു രാജ്യത്തിൽ, ഇപ്പം നമ്മൾ UK വിസ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവർ വന്നിട്ട് തിരിച്ചു പോകുമെന്ന് ഉറപ്പാക്കിയെങ്കിൽ അതിനുള്ള രേഖകൾ അവർ ജനിച്ച നാട്ടിൽ അവർക്ക് ആവശ്യത്തിന് വരുമാന മാർഗവും ആസ്തിയൊക്കെ ഉണ്ടോ നോക്കിയിട്ടാണ് അവർ വിസ കൊടുക്കുന്നത്. അതേസമയം നമ്മൾ ഈ ആദ്യത്തെ 12 രാജ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഉയർന്ന GDP ഉള്ള രാജ്യങ്ങളാണ്. അതായത് അവർക്ക് ആ നാട്ടിൽ തന്നെ ഉയർന്ന ജീവിത സാഹചര്യങ്ങളുള്ള രാജ്യങ്ങളാണ്. അതിൻ്റെ ഒരു പ്രധാന ഏകകം എന്ന് പറയുന്നത് അവിടുത്തെ GDP ആണ്, പെർ ക്യാപിറ്റ അവരുടെ പ്രതിശീർഷ വരുമാനം എന്ന് പറയും. അപ്പോൾ നമ്മൾ ഈ ആദ്യത്തെ 12 രാജ്യങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ 12 രാജ്യങ്ങളുടെയും പെർ ക്യാപിറ്റ GDP വളരെ കൂടുതലാണ്. ഫ്രാൻസിൻ്റെത് ഏകദേശം 55,000 വരും, ജർമ്മനിക്ക് 63,000 വരും, ഇറ്റലിക്ക് 51,000 വരും, ജപ്പാൻ 45,000 വരും. ഈ ജപ്പാൻ്റെ കേസ് വളരെ ഇമ്പോർട്ടൻ്റ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ജപ്പാൻ ഭാരതത്തിൻ്റെ ഒപ്പം തന്നെ സ്വാതന്ത്ര്യം നേടിയ 1948 ഒരു രണ്ട് ആറ്റം ബോംബ് വീണതിന് ശേഷം ഭാരതത്തിൻ്റെ ഒപ്പം തന്നെ വികസിക്കാൻ ആരംഭിച്ച രാജ്യമാണ്. ആ രാജ്യത്തിൻ്റെ GDP ഏകദേശം 45,000 ഉണ്ട്. നമ്മൾക്ക് ശേഷം ഒപ്പം സ്വാതന്ത്ര്യം കിട്ടിയതാണ് സിംഗപ്പൂർ ഒരു ചെറിയ രാജ്യമാണെന്ന് ചെയ്യും. പക്ഷേ ചെറിയ രാജ്യം ആണെങ്കിൽ കൂടിയും അവർക്കും അവരുടേതായ സ്ട്രഗിൾ ഉണ്ടായിരുന്നു. എന്നിട്ടും അവരുടെ GDP ഒരു 127,000 നിൽക്കുകയാണ്. ജപ്പാൻ്റെ GDP ആണെങ്കിൽ ഏകദേശം 45,000 നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു GDP ആ രാജ്യങ്ങൾക്ക് കൂടുതലുള്ളത് കൊണ്ടാണ് ആ രാജ്യങ്ങൾക്ക് GDP കൂടുതലുള്ളതും അവിടുത്തെ ജീവിത സാഹചര്യങ്ങൾ കൂടുതൽ ഉള്ളത് കൊണ്ടാണ് അവർക്ക് ഈ പറയുന്ന 225 രാജ്യങ്ങൾ 150 രാജ്യങ്ങൾ അവർക്ക് ഫ്രീ ആയിട്ട് എൻട്രി കിട്ടുന്നത്. ഭാരതത്തിൻ്റെ GDP എന്തുകൊണ്ട് കുറഞ്ഞുപോയി? ഭാരതത്തിൻ്റെ ഈ പെർ ക്യാപിറ്റ GDPയും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനാണ്. മൊത്തം GDPയെ നമ്മുടെ ജനസംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് പെർ ക്യാപിറ്റ GDP കിട്ടുന്നത്. അപ്പോൾ ഭാരതത്തിൻ്റെ GDP കുറഞ്ഞു പോകാൻ കാരണം എന്താണ്? നമ്മൾ അതിൻ്റെ ഈ ഒരു ഗ്രാഫ് എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 1900 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇന്ന് വരെ 2014 വരെയുള്ള GDP എന്ന് പറയുന്നത് ഒരു 2 ട്രില്യനാണ്. നമ്മൾ ഈ ഒരു ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. 2014 ഭാരതത്തിൻ്റെ GDP എന്ന് പറയുന്നത് 2 ട്രില്യനാണ്. അതേസമയം 2014 മുതൽ 24 എത്തുമ്പോഴത്തേക്കും ഇത് 4 ട്രില്യനായിട്ട് മാറും. അതായത് ആദ്യത്തെ 67 വർഷം കൊണ്ട് നമുക്ക് GDP വളർന്നത് വെറും 2 ട്രില്യൻ മാത്രമാണ്. എന്നാൽ കഴിഞ്ഞ 10 വർഷം കൊണ്ട് നമ്മുടെ GDP പ്ലസ് 2 ട്രില്യൻ, അടുത്ത 2 ട്രില്യൻ ആവാൻ വേണ്ടിയിട്ട് വെറും 10 വർഷമേ എടുത്തുള്ളൂ. അപ്പോൾ അവർ 67 വർഷം കൊണ്ട് 2 ട്രില്യൻ ഉണ്ടാക്കി. BJP സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം വെറും 10 വർഷം കൊണ്ട് 2 ട്രില്യൻ ഉണ്ടാക്കി. അപ്പോൾ ഇവർ ഈ പറയുന്ന 2014 വരെ ഉള്ള 67 വർഷം ശരിയായ രീതിയിൽ ഭരിക്കാത്തത് കൊണ്ടാണ് നമ്മുടെ GDP നമ്മുടെ ജീവിത സാഹചര്യങ്ങളും മെച്ചപ്പെടാത്തത്. അതുകൊണ്ടാണ്
നമുക്ക് ഈ പറയുന്ന 225 രാജ്യങ്ങളിലേക്ക് 190 രാജ്യങ്ങളിലേക്കുള്ള നമ്മുടെ പാസ്പോർട്ടിന് ആക്സസ് കിട്ടാത്തത്. അപ്പോൾ ഇവർ ഒരു വിരൽ നമ്മുടെ നേരെ ചൂണ്ടുമ്പോഴത്തേക്കും ബാക്കിയുള്ള 4 വിരലും ഇവരുടെ നേരെ തന്നെയാണ് ചൂണ്ടുന്നത്. 67 വർഷം ഇവർ നേരായ രീതിയിൽ ഭരിക്കാത്തതുകൊണ്ടും ഭാരതം ഒരു വികസിത രാജ്യമാവാത്തതും കൊണ്ടാണ് ഈ പാസ്പോർട്ട് ഇൻഡെക്സിൻ്റെ കാര്യത്തിൽ ഭാരതം താഴെ നിൽക്കുന്നത്. ജി ഡി പി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ. അതേസമയം കഴിഞ്ഞ 10 വർഷം കൊണ്ട് 67 വർഷം കൊണ്ട് ഇവർക്ക് 2 ട്രില്യനെ ഉണ്ടാക്കാൻ കഴിഞ്ഞുള്ളൂ. 2014 മുതൽ 24 വരെയുള്ള 10 വർഷം കൊണ്ട് സെയിം 2 ട്രില്യൺ BJP സർക്കാർ ഉണ്ടാകാൻ കഴിഞ്ഞു. അപ്പം BJP സർക്കാർ ശരിയായ പാതയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് വേണ്ടത്ര സാമ്പത്തിക വളർച്ച BJPയുടെ സർക്കാരിൻ്റെ കാര്യത്തിൽ ഉണ്ടാവുന്നുണ്ട്. 2047 നമ്മളൊരു വികസിത രാജ്യം ആകണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഇപ്പം ഭാരതത്തിൻ്റെ GDP വരും 8,000 അത് പർച്ചേസിംഗ് പവർ പാരിറ്റി പ്രകാരമാണ്. നോമിനലായിരുന്നെങ്കിൽ 2,000 വരത്തുള്ളൂ. ബട്ട് ഇപ്പോൾ ഈ ചാർട്ട് കാണിച്ചിരിക്കുന്നത് എല്ലാം ഒരേ യൂണിറ്റിലാണ്. അപ്പോൾ ഭാരതം ഒരു 2047 ആകുമ്പോൾ ഈ മറ്റ് വികസിത രാജ്യങ്ങളുടെ ഒപ്പം കിടപിടിക്കുന്ന രീതിയിലുള്ള GDP നമുക്കുണ്ടാവും, നമുക്ക് ജീവിതസാഹചര്യങ്ങളുണ്ടാവും. അതുകൊണ്ട് നമ്മുടെ ആൾക്കാർ അവർക്ക് നല്ല ജീവിതസാഹചര്യം അന്വേഷിച്ച് ഇപ്പം നമ്മുടെ കുട്ടികളെല്ലാവരും നല്ല ജീവിത സാഹചര്യങ്ങൾ അന്വേഷിച്ചിട്ട് വിദേശത്ത് പോവുകയാണ്. അതിന് പകരം അങ്ങനെ വേണ്ടാത്തൊരു സാഹചര്യം മറ്റ് ലോകത്തിലെ 2047 ഭാരതത്തിന് വികസിത രാജ്യമാക്കാൻ വേണ്ടിയാണ് BJP സർക്കാർ ശ്രമിക്കുന്നത്. ആ രീതിയിൽ നമ്മളൊരു വികസിത രാജ്യമായി കഴിഞ്ഞ് ലോക നിലവാരത്തിലുള്ള അവസരങ്ങളും സൗകര്യങ്ങളും ഇവിടെ ഉണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ഈ സിംഗപ്പൂരിലുള്ളവർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളുള്ളവർ ചെയ്യുന്നതുപോലെ അവരൊരിക്കലും വേറൊരു രാജ്യത്തിൽ പോയി സെറ്റിൽ ആവാൻ വേണ്ടി ശ്രമിക്കത്തില്ല. അങ്ങനെ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാകുമ്പോഴത്തേക്കും നമ്മുടെ പാസ്പോർട്ടിൽ ലോകത്തിൽ എല്ലായിടത്തും ഫ്രീ ആയിട്ടുള്ള എൻട്രി കിട്ടും. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് തന്നെ 3 രാജ്യങ്ങളോട് നമുക്ക് വീണ്ടും ഫ്രീ ആയിട്ടുള്ള എൻട്രി, വിസ ഇല്ലാതുള്ള എൻട്രി അലോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് നമ്മുടെ സർക്കാരിൻ്റെ നമ്മുടെ BJP സർക്കാരിൻ്റെ കഴിവുകൊണ്ടാണ്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ തുറന്നു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 2047 നമ്മൾ വികസിത രാജ്യമായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഏത് രാജ്യത്ത് വേണോ നമുക്ക് വിസയില്ലാതെ ആക്സസ് കിട്ടുന്ന ഒരു അവസ്ഥയെത്തും. BJP സർക്കാർ ശരിയായ ദിശയിൽ തന്നെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ 67 വർഷം ഭരിച്ചു മുടിച്ചവർ അവരുടെ പിടിപ്പുകൾ കൊണ്ടാണ് നമ്മുടെ പാസ്പോർട്ടിൻ്റെ റാങ്കിങ് 85ാമത് നിൽക്കുന്നത്. അപ്പോൾ ഇവർ ഒരു വിരൽ നമ്മുടെ നേരെ ചുണ്ടുമ്പോൾ ബാക്കിയുള്ള 4 വിരലും ഇവരുടെ നേരെ തന്നെയാണ് എന്ന് ഇവർ ഓർക്കുന്നത് നല്ലതാണ്. നമസ്കാരം.